ഇന്നത്തെ കാലഘട്ടത്തിൽ പറഞ്ഞാൽ പ്രാകൃതനാവാം, മനുഷ്യനാവാം. അതാണ് ആപ്തവാക്യം. പണം എന്നുള്ളത് കഠിന അധ്വാനത്തിൻ്റെ പ്രതിഫലനമാണ് പണം. പുരുഷന്മാരുടെ ജീവിതത്തിൽ പ എന്ന അക്ഷരത്തിന് വളരെ പ്രാധാന്യമുണ്ട്. പുരുഷൻ തന്നെ പ എന്ന അക്ഷരത്തിലാണ് തുടങ്ങുന്നത്. പണിയെടുക്കുക, പാരമ്പര്യം നിലനിർത്തുക, ഇതെല്ലാം പുരുഷന്മാരുടെ കാര്യങ്ങളാണ്. പുരുഷന്മാർ പണിയെടുക്കാതെ വന്നാൽ പാടശേഖരങ്ങൾ ഇതുപോലെ പുല്ല് കയറി നാശമാകും. അതുകൊണ്ട് പുരുഷന്മാരുമായി ബന്ധപ്പെടുത്തിയ പ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന 5 കാര്യങ്ങൾ ഞാൻ പറയാൻ പോവാണ്. ആ 5 കാര്യത്തെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം സൂചിപ്പിക്കാം. നമ്മൾ കേരളക്കാർ എപ്പോഴും കേൾക്കുന്ന ഒരു വാക്കുണ്ട്, ഭയം വേണ്ട കരുതൽ മതി എന്ന്. അതുകൊണ്ട് ഭയം വേണ്ട കരുതൽ മതി, ഈ 5 കാര്യം ഞാൻ പറയാൻ പോവാണ്. 1, പണം. 2, പണിയെടുക്കുക. 3, പെണ്ണ് ജീവിതത്തിൻ്റെ ഭാഗമാണ്. 4, പുണ്യം നേടുക. 5, പുകയാവുക. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ നമ്മളെല്ലാം കട്ടപ്പുകയാവും. ഈ 5 കാര്യങ്ങളെക്കുറിച്ചൊരു വിശകലനം നടത്തിയാൽ നമ്മുടെ ജീവിതം എത്രത്തോളം നമ്മൾ ആസ്വദിക്കുന്നുണ്ട് എന്നറിയാം. പരമപ്രധാനമാണ് പണി ചെയ്യുക എന്നുള്ളത്. എന്ത് പണിയും നമ്മൾ ചെയ്യും, എന്ത് പണിയും നമ്മൾ മേടിക്കും, എന്ത് പണിയും നമ്മൾ തരണം ചെയ്യും. പണിയെടുക്കുന്നതിന് ഒരു അറുതി നമുക്കില്ല. 2 കാലിൽ നിൽക്കാൻ തുടങ്ങുന്ന കാലം മുതൽ കാലിൻ്റെ ചലനങ്ങൾ നിലച്ചാൽ പോലും പണിയെടുക്കുന്നവരാണ്. അത് ആർക്കും വേണ്ടിയിട്ടല്ല, ആരെയും ബോധിപ്പിക്കാനും വേണ്ടിയിട്ടല്ല, ആത്മനിർവൃതിയോട് കൂടിയിട്ട് പണിയെടുക്കുന്നവരാണ് പുരുഷന്മാർ. സ്ത്രീകളും പണി ചെയ്യുന്നുണ്ട്. ഇത് പറയുമ്പോൾ നമ്മുടേതായ ഗരിമ വർദ്ധിപ്പിച്ച് പറയാൻ വേണ്ടിയിട്ടല്ല. സ്ത്രീയും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളുടെ ജീവിതം പൂർണ്ണതയിലേക്ക് എത്തുള്ളൂ. അതുകൊണ്ട് 2ാമത്തെ ഭാഗം പെണ്ണ്. പെണ്ണിൻ്റെ സാന്നിധ്യമില്ലാതെ, സഹായമില്ലാതെ ഒരിക്കലും ഒരാണിനും പൂർണ്ണത ഉണ്ടാവില്ല. അമ്മയാകാം, സഹോദരിയാകാം, ഉറ്റ തോഴിയാകാം, താലി കെട്ടിയ പവിത്രതയോടുകൂടി ജീവിക്കുന്ന ഭാര്യയാകാം. കാരണം സ്ത്രീക്ക്, പെണ്ണിൻ്റെ ഒരു മനസ്സ്, അത് ഇൻക്ലൂഷൻ സ്വീകരിക്കുന്നതിൻ്റെ സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ് പെൺമനസ്സ്, ഉൾക്കൊള്ളുന്നതിൻ്റെ. അതുകൊണ്ടാണ് ഗർഭധാരണം തന്നെ, കൺസീവിങ് ചെയ്യുന്നത് തന്നെ അങ്ങനെയാണ്. ഈ ബ്രഹ്മാണ്ടത്തെ മുഴുവൻ ഗർഭം ധരിക്കുന്നവളാണ് മഹാദേവി. ആ മഹാദേവിയുടെ പ്രതിരൂപമാണ് ഓരോ സ്ത്രീകളും. അതുകൊണ്ട് സ്ത്രീത്വം, അതിൻ്റെ വിശാലമായ മനസ്സ്, അതിൽ നമുക്കൊരിടം കിട്ടിയാൽ മാത്രമേ പുരുഷന് പൂർണ്ണതയുണ്ടാകുകയുള്ളൂ. അതുകൊണ്ട് പെണ്ണ് എന്ന ഘടകം. അടുത്തത് പണം. പണം സമ്പാദിക്കലല്ല, പണത്തിൻ്റെ വിനിയോഗം, മാനേജ്മെൻറ്റ് എന്ന് പറയുന്നതിലാണ് നമ്മളുടെ മിടുക്ക്. ഇന്നത്തെ കാലത്ത് കോടികളുടെ ആസ്തിയുള്ളവനും സമാധാനം കിട്ടിക്കൊള്ളണം എന്നില്ല. 10 രൂപ പോലും ഇല്ലാത്തവനും സമാധാനത്തോടുകൂടി ജീവിക്കുന്നു. കാരണം അവന് അതിൻ്റെ വിനിയോഗത്തിൽ മിടുക്കുണ്ട്. അതുകൊണ്ടാണ്. ഉദാഹരണം പറഞ്ഞാൽ, ഇന്ന് നമ്മൾ ആധുനിക ലോകത്ത് ജീവിക്കുമ്പോൾ രാവിലെ ഒരു വഴിക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ നമ്മുടെ പോക്കറ്റിൽ പണം വേണം എന്ന് നിർബന്ധമില്ല. പക്ഷേ പണത്തിൻ്റെ വിനിയോഗത്തിൽ കൃത്യമായ ആസൂത്രണം ഉണ്ടെങ്കിൽ നമുക്ക് വിജയിക്കാം. അതാണ് പണം. പണം സമൂഹത്തിനും കുടുംബത്തിനും നമ്മുടെ പൈതൃകത്തിൻ്റെ നിലനിൽപ്പിനും വിനിയോഗിക്കപ്പെടണം, ഗുണപ്രദമാകണം. അതിനാണ് പണം. പണം എന്നുള്ളത് കഠിന അധ്വാനത്തിൻ്റെ പ്രതിഫലനമാണ് പണം. അത് നമ്മൾക്ക് തന്നെ വിനിയോഗിക്കണം എന്ന് നിർബന്ധമില്ല. മൂല്യം അത് നമ്മുടെ ചിന്തകളുടെ, നമ്മുടെ സമയത്തിൻ്റെ, നമ്മുടെ കഠിനാധ്വാനത്തിൻ്റെ, അതാണ് പണം. അതുകൊണ്ട് പണമുണ്ടാകണമെങ്കിൽ പണിയെടുക്കൽ പ്രക്രിയ അനവരതം തുടർന്നുകൊണ്ടേയിരിക്കണം.
നിന്ന നിപ്പിൽ ഒരുപക്ഷെ നമുക്ക് പ്രതിഫലം കിട്ടിയില്ല, നമുക്കായിരിക്കില്ല കിട്ടുക. അതുകൊണ്ട് എന്നും പണി ചെയ്യുക, പണം ഉണ്ടായിക്കൊള്ളും. അടുത്തത് അവസാനത്തെ ഭാഗമാണ് പുകയാവുക എന്നുള്ളത്. എല്ലാവരും ആ ഒരു സ്റ്റേജിലേക്ക് എത്തേണ്ടി വരും. പക്ഷെ ആ സമയത്താണ് നമ്മളുടെ മാറ്റുരയ്ക്കപ്പെടുന്നത്. ഒരു മനുഷ്യൻ്റെ അനുശോചന യോഗത്തിലാണ് നല്ലത് പറയുക. പത്രങ്ങളാണെങ്കിലും നല്ലത് പറയണമെങ്കിൽ വാരാന്ത്യ പതിപ്പ് നോക്കിയിരിക്കേണ്ടി വരും. 6 ദിവസവും മോശങ്ങൾ മാത്രം എഴുതുന്ന പത്രക്കാരും എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് ഒരു നന്മ എഴുതാൻ വാരാന്ത്യത്തിൽ അല്പസമയം ചെലവഴിക്കുന്നത്. എന്നതുപോലെ പണവും പെണ്ണും പ്രവർത്തനവും എല്ലാം ഉണ്ടെങ്കിലും നമ്മളുടെ അന്ത്യകാലഘട്ടത്തിൽ പുണ്യം നേടണമെങ്കിൽ ഈശ്വരാർപ്പണമായിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? കുലദേവതയെ അന്വേഷിക്കുന്നുണ്ടോ? ഷർട്ട് ഊരണോ വേണ്ടയോ അമ്പലത്തിൽ കയറാൻ, അതല്ല. കാലാകാലങ്ങളായി തലമുറകളായി നമ്മുടെ പൂർവികർ ആചരിച്ചു വന്ന ആ പദ്ധതിയെ, ആ ദൈവിക സംവിധാനത്തെ നമ്മൾ ഉൾക്കൊള്ളുന്നുണ്ടോ? അപ്പോഴാണ് നമ്മൾ പൂർവികരിലെ ഒരു തലമുറയിലെ കണ്ണിയാവുക. അതാണ് പുണ്യത്തിൻ്റെ ഘടകം. അതുകൊണ്ട് മരണത്തിന് മുമ്പ് പുണ്യം നേടാൻ, വെജിറ്റേറിയനായാൽ പുണ്യമാവുമോ, അമ്പലത്തിൽ പോയാൽ പുണ്യമാവുമോ, കുരു തൊട്ടാൽ പുണ്യമാവുമോ? ഒന്നും പുണ്യമാവില്ല, കാട്ടിക്കൂട്ടൽ മാത്രമായിരിക്കും. പക്ഷേ പൈതൃകം കാത്തു സൂക്ഷിക്കുക, പരദേവതയെ തിരിഞ്ഞു നോക്കുക, അതാണ് പരമപ്രധാനമായിട്ടുള്ള നമ്മളുടെ ധർമ്മം. അത് നിർവഹിച്ചാൽ, അത് മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് പുണ്യം വന്നു ചേരും. അതുകൊണ്ട് 5 കാര്യങ്ങൾ കൃത്യമായി ഓർക്കുക, വിശകലനം ചെയ്യുക. ഇന്നത്തെ കാലഘട്ടത്തിൽ ആധുനിക ലോകത്ത് അന്യം നിന്നു പോയി എന്ന് പറയുന്നില്ല. പുതിയ സ്വരൂപത്തിൽ പുതിയ തലമുറയ്ക്ക് ആവശ്യമുള്ളതാണ്, ആഗ്രഹമുള്ളതാണ്, അവർ തേടി വരുന്നതാണ്. അതുകൊണ്ട് പാരമ്പര്യത്തിൻ്റെ ഒപ്പം മുറുകെ പിടിക്കാം. ഇന്നത്തെ കാലഘട്ടത്തിൽ പറഞ്ഞാൽ പ്രാകൃതനാവാം, മനുഷ്യനാവാം. അതാണ് ആപ്തവാക്യം.